One saying it might have just hit him high. So they go with that. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ബാനാ ബി തോ ഹൈ യേ, ബാനാ ബി തോ ഹൈ യേ. ഇങ്ങനെ പറഞ്ഞാൽ ഹിന്ദിയിൽ ഇതിനർത്ഥം അവനൊരു കുള്ളനാണ് എന്നാണ്. അതിനപ്പുറത്തു നിന്നും മറ്റൊരു താരം മറുപടി പറയുകയാണ്. അതായത് കുള്ളനൊക്കെ തന്നെ, പക്ഷെ എന്നാലും പന്ത് കൊണ്ടത് എബോവ് നീ റോളിലാണ് തോന്നുന്നു, നോട്ട് ഔട്ട് ആണ് തോന്നുന്നു. സാറിന്റെ അച്ഛനെ വിളിച്ചതാ. എന്നാലോ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ വായിൽ നിന്നാണ് ഇങ്ങനെയൊരു ഉപമ ഇന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായത്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഭൗമ കുള്ളനായതുകൊണ്ട് ഉയരം കൂടിയത് പ്രശ്നമാകില്ല എന്നായിരുന്നു ഹിന്ദിയിൽ ബുംറയുടെ മറുപടി. ഓസീസിനെ തോൽപ്പിച്ച് ലോക കിരീടം സൗത്ത് ആഫ്രിക്കക്ക് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ടെമ്പ ബൗമ. എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ. എന്തോന്നു അന്ന് ലോർഡ്സിൽ കണ്ട അതേ ബോമയുടെ പോരാട്ട വീരത്തെയാണ് ഇന്നലെ ഈഡൻ ഗാർഡനും കണ്ടത്. ഉള്ളനാണ് അയാൾ. ഉദ്ദേശപൂർവം ഭാവുമയെ അപഹസിക്കാൻ പറഞ്ഞതായിരുന്നില്ലെങ്കിലും അതിലൊരു പരിഹാസ ചുവയുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഋഷഭ് പന്ത് അടക്കം അടുത്തുണ്ടായിരുന്ന സഹതാരങ്ങളൊക്കെ അടക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ, വെറും പാവങ്ങള്. കളിക്ക് ശേഷം ബുംറ ഭാവികയുടെ തോളിൽ കൈയിട്ട് അയാളെ ചേർത്ത് പിടിച്ചു. ഇല്ല, അയാളുടെ മുഖത്ത് പരിഭവങ്ങളൊന്നുമില്ല. സോറി. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. 15 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ പോർട്ടിയാസ് കൊടി പാറിപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ. പരിഹാസങ്ങളെ നോക്കിയ ക്യാപ്റ്റൻ ടെമ്പ ഒരിക്കൽ കൂടി ചിരിക്കുകയാണ്.